ഹലോ മക്കളെ, നിങ്ങൾ +2 CBSE ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം, അതായത് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് നിങ്ങളെല്ലാവരും കഴിഞ്ഞു. അത് ഗംഭീരമായിട്ട് നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതി അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസിങ് സ്റ്റാക്കും ദെൻ പിന്നെയാണെങ്കിൽ ഡേറ്റ ഫയൽ ഹാൻഡ്ലിംഗ്. രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതായത് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ഉള്ള ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് ഈ പറഞ്ഞ ചാപ്റ്റർ എന്ന് പറയും അല്ലേ. യെസ്, അപ്പം ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡേറ്റ ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചതാണ്. ടെക്സ്റ്റ് ഫയൽ, ബൈനറി ഫയൽ, ദെൻ CSV ഫയലിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഡേറ്റ ഫയൽ ഹാൻഡ്ലിംഗ്. അതിൻ്റെ ഒപ്പം എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഞാൻ സാർ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അത് ഫംഗ്ഷനിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്, എങ്കിലും സാർ അതിൻ്റെ ഒപ്പമാണ് എടുത്തത്. കാര്യം എന്താണ്, നമുക്ക് അതിൽ നിന്നാണ് കൂടുതൽ പ്രോഗ്രാംസ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ അടുത്ത ചാപ്റ്ററാണ് നമുക്ക് എന്താണ് ഡേറ്റ സ്ട്രക്ചർ യൂസിങ് സ്റ്റാക്ക്. നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് എങ്കിലും നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇവിടെ വരാറുണ്ട്. ഡേറ്റ സ്ട്രക്ചർ യൂസിങ് സ്റ്റാക്കിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ളൊരു കോമൺ ടെസ്റ്റാണ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാം എന്ന് പറഞ്ഞാൽ. രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും മൊഡ്യൂൾ എക്സാമിന് വരുന്നത്. അതിൽ തന്നെ നമ്മുടെ സാമ്പിൾ പേപ്പർ അനാലിസിസ് ഉണ്ട്. ദെൻ പിന്നെയാണെങ്കിൽ എന്താണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മളാണെങ്കിൽ ക്വസ്റ്റ്യൻസ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ മക്കളെ, നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്നി ബാച്ചിലൂടെ തന്നെ ആണെങ്കിൽ ഡൗട്ട് ചോദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ മക്കളെ, മാക്സിമം അത് യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ എക്സാമിന് കാണാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്, ബൈ.